പടക്കണുണ്ട്, ഒന്ന് പടപ്പിക്കൂ. ഡ്രസ് വാരി കൂട്ടിയിട്ട് ലാസ്റ്റ് കണക്ക് കൂട്ടി കറക്റ്റ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ഗംഭീരമായ ഒരു കുക്കിംഗ് വ്ലോഗാണ് ഇവിടെ കാണാൻ പോകുന്നത്. നികേഷ് ചേട്ടന്റെ ഞണ്ട് ഫ്രൈ ഉണ്ട്, നല്ല പടക്കണുണ്ട്, ഒന്ന് പടപ്പിക്കൂ. ശ്രുതി, ഇവിടെ കപ്പിൾസ് എന്താ പരിപാടി? ചെമ്മീനുണ്ട്, പിന്നെന്താ ഉള്ളത് നമുക്കിന്ന്? ചിക്കൻ ഉണ്ട്. പിന്നെ ഇന്ന് ആര ബിരിയാണിയാ? വടകരയാണോ അല്ല മട്ടന്നൂരാണോ? മിക്സ് ബിരിയാണി ഉണ്ട്. ഇവിടെയാണ് വെറും പ്രഹസനം. ചേച്ചി എന്താ ഇവിടെ പണിയെടുക്കുന്നേ? ഇവിടെ ഒരു പണിയും എടുക്കാണ്ട് വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന എന്റെ പുറത്തു. ശ്രുതി, ഇനി എങ്ങോട്ടേക്കാ? എന്താ പരിപാടി? ഷോപ്പിംഗ്. അങ്ങനെ നമ്മുടെ ഗേൾസ് ഓൺലി ഷോപ്പിംഗ്. താബിയേട്ടാ, താങ്ക് യു. നിവേദ പോയാലോ? അങ്ങനെ ജെൻസ് എല്ലാരെയും നമ്മൾ അടുക്കളയിൽ കയറ്റിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് ഗൈസ്. ബൈ, നെക്സ്റ്റ് ഒരു വെച്ച് കാണാം ഗൈസ്. നമ്മൾ പോവേനേ. ബൈ. നോക്കുവോ? ബൈ. നമ്മള് വരുമ്പോഴേക്ക് എല്ലാം ഉണ്ടാക്കി വെച്ചോട്ടാ. നിവേദി വാടാ. പാർക്കിങ്ങിൽ കയറേണ്ടത് നെസ്റ്റോല് ശ്രുതി പറഞ്ഞിരുന്നു. മറ്റേ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് താഴെ കൂടെ പോയില്ലേ? താഴോട്ട് പോയിട്ട് ഈ ഇത് കണ്ട ഫസ്റ്റ് ലെഫ്റ്റ് അല്ലേ? ഫസ്റ്റ് ലെഫ്റ്റ് ആണെങ്കിൽ നേരെ പോണം. എടാ, ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് പോവാ. പ്രവാസികളുടെ സ്വന്തം നെസ്റ്റോ. എന്താ പിന്നെ മലയാളി കേൾക്കണം. ഒരു പ്രശ്നമില്ല, നടക്കുന്നതിന് പ്രശ്നമില്ല. പാർക്കിംഗ് ഉണ്ടോ നോക്ക്. എത്ര ഇത് ഇടുന്ന് അങ്ങനെ നടക്കണ്ടടാ, സാധനം എടുത്ത് നടക്കില്ല. സേഫ് ആയിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഞാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലെത്തി. ഡ്രസ് വാരി കൂട്ടിയിട്ട് ലാസ്റ്റ് കണക്ക് കൂട്ടി കറക്റ്റ് 10 റിയാലിൽ നിർത്തുന്ന എന്നോട് കഴിഞ്ഞിട്ടേ. നിന്റെ ബഡ്ജറ്റ് ഓവർ ആയിട്ടുണ്ട് കേട്ടോ. 3 മറ്റേ ഇവന്റെ അത് നല്ല ഓക്കെ അല്ല. ഞാൻ എന്തായാലും കൂട്ടാൻ നിൽക്കുന്നില്ല ഗൈസ്. ഇത് ഫുള്ള് ഞങ്ങൾ വാരി കൊട്ടിട്ടുണ്ട്.
വേണ്ടുന്നത്. ഇനി അടുത്ത ബാസ്ക്കറ്റ് എടുത്തിട്ട് വരാൻ തോന്നുന്നു. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കാത്തിരിക്കുന്ന നിവേദ്. ശ്രുതി, എങ്ങനെയുണ്ട് മോളെ നമ്മളെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല നമ്മൾ ഹസ്ബൻഡ്സ് ഇല്ലാണ്ട് ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നത്. കമ്മലൊന്നും ഇനിയിപ്പോ വേണ്ട, അത് പിന്നെ നോക്കാം. സെറ്റല്ലേ? എന്നാ പോയാലോ ഇനി. അങ്ങനെ ഗംഭീരമായ ഷോപ്പിങ്ങിന് ശേഷം സജ്ജി ഇനി നേരെ വീട്ടിലേക്ക് ഫുഡ് അടിക്കണം. നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നില്ലേ? റെഡിയായി തോന്നുന്നു. നമുക്ക് വേഗം പോയിട്ട് ഫുഡ് കഴിക്കാൻ. ഇതാണ് നമ്മളെ ചിക്കൻ പൊരിച്ചതില് പപ്പടം ഇട്ടപ്പോ ചിക്കന്റെ ഫ്ലേവർ കൂടി വന്നിട്ട് അടിപൊളിയായിരിക്കും. അങ്ങനെ ഈ ഗംഭീരമായ ലഞ്ചോടുകൂടി ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഈ മസ്കറ്റ് ഫാമിലിയിലെ തമാശകൾ നിറഞ്ഞ കുറേ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ.